ഹായ് ഫ്രണ്ട്സ്, റാണി സെമ്മി കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ചായക്കട സ്പെഷ്യൽ ഉഴുന്നുവടയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഉഴുന്നുവടയുടെ കൂടെ ഒരു സ്പെഷ്യൽ ചട്നിയുമുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കപ്പ് ഉഴുന്ന് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത്, 3 ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 നുള്ളു സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ആദ്യം നമുക്ക് ഈ ഉഴുന്ന് നന്നായി അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കാൻ പാടില്ല. നമുക്കിപ്പോൾ ഒരു 3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത് മുഴുവൻ അരച്ചെടുക്കണം. കുറേശ്ശെയായിട്ടിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ എല്ലാം അരച്ചെടുക്കണം. ഉഴുന്നിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വിസ്കോ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ ഉഴുന്നുവട ശരിയായി കിട്ടുള്ളൂ. ഉഴുന്ന് നന്നായി അരച്ച് മിക്സ് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ സോഫ്റ്റായ ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റും. ഞാനതിന് പകരം സോഡാപ്പൊടിയാണ് ചേർത്തത്. സോഡാപ്പൊടി ചേർത്താലും നല്ല സോഫ്റ്റായ ഉഴുന്നുവട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. സോഡാപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് 2 മണിക്കൂർ വെച്ചിരുന്നതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി. ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് വെള്ളത്തിലിട്ട് നോക്കുമ്പോൾ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ പരുവം. ഇനി നമുക്കിതിലേക്ക് ഉപ്പൊഴികെ ബാക്കിയുള്ളതെല്ലാം ചേർക്കാം. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ഉപ്പ് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ഒരു നുള്ളു സോഡാപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാൻ വെച്ച് എണ്ണ ഒഴിച്ച് നമുക്കിത് വറുത്തെടുക്കാം. കയ്യിൽ കുറച്ച് വെള്ളം പുരട്ടിയ ശേഷം ഇതിൽ നിന്നും കുറച്ച് മാവെടുത്ത് ഷേപ്പ് വരുത്താം. എന്നിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം അതുപോലെ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിരുന്നാൽ മതി. അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും.
ചായക്കടകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ചട്നിയും റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും തൈരും ഇഞ്ചിയും ഒക്കെ ചേർത്ത് അരച്ചെടുത്ത ചട്നിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.